ഞാനിന്ന് കുറച്ച് ചെറിയ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ചെറി കേട്ടോ, കുറേ കിട്ടി. അപ്പോൾ അത് കുറേയൊക്കെ പഴുത്തിട്ടുണ്ട്. പച്ച മാത്രം എടുത്തിട്ട് വിനാഗിരിയിലിട്ട് വെച്ചിട്ട് വൃത്തിയാക്കിയതാണ്. കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി ഉപ്പിട്ട് വെച്ചതാണ്. അപ്പോൾ അത് നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഞാൻ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് 2 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് കടുക് വേണമെങ്കിൽ വറുത്ത് വെക്കാം. 2 കറിവേപ്പില ഇടാം. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഓഫാക്കാം. തീ ഒന്ന് ഓഫാക്കാം. ഇതിലേക്ക് കുറച്ച് തന്നെ കായം വറുത്ത് വെച്ചതാണ്. ഈ കായം ഇടുന്നുണ്ട്. കായപ്പൊടി ഉള്ളവർക്ക് അത് ഇടാം, അവരവരുടെ ടേസ്റ്റിന്. ഞാൻ വളരെ കുറച്ചേ ഇടുന്നുള്ളൂ. എണ്ണ ഇത്തിരി തണുത്തതിന് ശേഷം അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. കാരണം ഇവിടെ അധികം ഇല്ല, വളരെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നത്. 2 പൊടി ചെറു ചൂടിലിട്ടിട്ടൊന്ന് ഇളക്കിയാൽ മതി. ഉപ്പ് ഇടണ്ട, കാരണം നമ്മൾ ഈ ഉപ്പ് നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരാക്കി വെച്ചിരിക്കുന്ന ചെറി ഇടുക. വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ചൂടാക്കുകയൊന്നും വേണ്ട. നമ്മൾ മാങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാറൊക്കെ ഇടുന്ന പോലെ തന്നെയാണ്. നല്ലപോലെ ഉപ്പ് പിടിച്ചത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. എടുത്തു വെച്ചാലും കേടുവരില്ല. കൂടുതൽ കാലം എടുത്തു വെക്കണമെങ്കിൽ കുറച്ചുകൂടി നല്ലെണ്ണ ഒഴിച്ചിട്ട് എടുത്തു വെച്ചാലും ഇത് കേടൊന്നും വരില്ല. ഉണ്ടോ? ഇത് ഇരുന്ന് പഴകത്തോളം നമ്മൾ നെല്ലിക്ക അച്ചാർ പോലെ തന്നെ ഇരിക്കും. ഇതിൻ്റെ ടേസ്റ്റ് നെല്ലിക്ക അച്ചാർ ഇട്ട് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലെ തന്നെ ഇരിക്കും. ഉണ്ടോ? ഉപ്പെല്ലാം പിടിച്ചത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് കഴിക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന അച്ചാറാണ്. ഞങ്ങളിത് വിനാഗിരിയിലാണ് ഇട്ട് വയ്ക്കാറുള്ളത്, അതിൻ്റെ കറ കളയാൻ വേണ്ടി. ഉണ്ടോ? ഉണ്ടോ? നെല്ലിക്ക അച്ചാർ. ചെറിയ അച്ചാർ റെഡിയായി.